ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹായ് ഗൈസ്, ചള്ളാക്കി കോളാക്കി കൊടുത്തിട്ട് ഞാൻ ഇവിടെ വന്ന് ഇരിപ്പുണ്ട് ഗൈസ്. ഹായ് ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് വളരെ വൈകി പോയ ഒരു ഓണം പ്രോഗ്രാമിന്റെ വ്ളോഗാണ് കേട്ടോ. ശരിക്കും വൈകി പോയതല്ല, ഞാൻ വ്ളോഗ് ഇടാൻ വേണ്ടിയിട്ട് വൈകിച്ചതാണ് കേട്ടോ. ഇത് നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ ഓണം പ്രോഗ്രാം പ്ലസ് കുടുംബസംഗമം അങ്ങനെ എല്ലാം കൂടെ ഉള്ള ഒരു പരിപാടിയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാണ് കേട്ടോ. ഏട്ടൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്കൊന്ന് പോയി നോക്കാം. വീടൊക്കെ ആകെ കൊള്ളായിട്ട് എടുക്കാൻ കേട്ടോ. ഏട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിലും ഇതാണ് അവസ്ഥ, വീടൊന്നും ക്ലീൻ ചെയ്യാനൊന്നും സമയമേ കിട്ടാറില്ല. അല്ലെങ്കിൽ ഞാൻ എല്ലാ സ്ഥലം നീറ്റ് ആക്കിയിടുന്ന വീടാണ്. പക്ഷേ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുന്നുണ്ട്. വീടൊന്നും വൃത്തിയാക്കിയിടാനൊന്നും സമയം കിട്ടാറില്ല. അങ്ങനെ ഏട്ടനും റെഡി ആയിട്ട് വന്ന് നമ്മളിതാ നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെയാണ് കേട്ടോ, അധികം ദൂരമൊന്നും ഇല്ല. അങ്ങനെ നമ്മളിതേ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെച്ചാണ് നമ്മുടെ കോമ്പറ്റീഷൻ ഐറ്റംസ് ഒക്കെ നടക്കാൻ പോകുന്നത്. ആദ്യം തന്നെ കൊച്ചു കുട്ടികൾക്കുള്ള ലെമൺ ആൻഡ് സ്പൂൺ മത്സരമാണ് കേട്ടോ നടക്കുന്നത്. വാമിക്കുട്ടിക്ക് പക്ഷേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം വാമിക്കുട്ടിയുടെ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ തീരെയില്ല. അതുകൊണ്ട് നമുക്ക് വാമിക്കുട്ടിനെ കൊണ്ട് ഒന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്നാലും ആൾ ഹാപ്പിയാണ്. ബാക്കി കുട്ടികളുടെ കോമ്പറ്റീഷനെ കൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇവിടെ മത്സര ഇനങ്ങളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതിനിടയ്ക്ക് ഞാൻ ചെറിയൊരു വായ്നോട്ടത്തിന് ഇറങ്ങിയതാണ്. അവള് യൂട്യൂബിലുണ്ട്, നിർത്തി അങ്ങ് ആക്ഷേപിക്കുകയാണ് ഗൈസ് എന്നെ. അടുത്തതായിട്ട് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ലെമൺ ആൻഡ് സ്പൂൺ മത്സരമാണ് കേട്ടോ. ഏട്ടനെ ഞാൻ ഉന്തി തള്ളി വിട്ടിട്ടുണ്ട്, പോയിട്ട് ഫസ്റ്റ് വാങ്ങിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ ആൾ പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഫസ്റ്റ് കിട്ടോ ഇല്ലയോ എന്ന്. ഇതിനിടയ്ക്ക് വനിതകൾക്ക് വേണ്ടിയിട്ട് വുമൻസിന് വേണ്ടിയിട്ടുള്ള ലെമൺ ആൻഡ് സ്പൂൺ മത്സരം ഉണ്ടായിരുന്നു കേട്ടോ. അതിന് പോയിട്ട് എൻ്റെ അമ്മയമ്മ പോയിട്ട് നല്ല ഫസ്റ്റ് പ്രൈസ് ഒക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട്. ഞാൻ പോയി നല്ല അന്തസ്സായിട്ട് പൊട്ടിയിട്ട് വന്നിരിക്കും എൻ്റെ ഇവിടെ. ഇനി ഏട്ടൻ ഫസ്റ്റ് കൊണ്ടുവരുമോ അതോ പൊട്ടിയിട്ട് വരുമോ നമുക്കിപ്പോൾ അറിയാം. അങ്ങനെ ഇതാ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ് ഗൈസ്. ഫസ്റ്റ് പ്രൈസും വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അടുത്തതായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക്കൽ ചെയർ കോമ്പറ്റീഷൻ ആണ് കേട്ടോ. ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ആണ്. കുട്ടികളുടെ എണ്ണം കുറച്ച് കൂടുതലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനത്തെ ബോയ്സിനുള്ള കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഓടി ഓടി ലാസ്റ്റ് 2 പേരായി ഗേസ്. ഇനി ഇവര് തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ ബോയ്സിൽ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ആയി. അടുത്ത ഗേൾസിന്റെ മത്സരം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. 3 പേർ തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ്. ഋതു പൗർണമി, വർഷ ആൻഡ് മേധ. ഋതു പൗർണമി. അടുത്തത് വനിതകൾക്ക് വേണ്ടിയുള്ള മത്സരമാണ് ഗേസ്. ഞാൻ പോയി മത്സരിച്ചിട്ട് വരട്ടെ. അങ്ങനെ വനിതകളുടെ മ്യൂസിക്കൽ ചെയർ കോമ്പറ്റീഷനിൽ ഞാനിതാ വിജയിച്ചു വന്നിരിക്കുകയാണ് ഗേസ്. അടുത്തതായിട്ട് പുരുഷന്മാരുടെ മ്യൂസിക്കൽ ചെയർ കോമ്പറ്റീഷൻ ആണ് ഗേസ്. അപ്പൊ രഞ്ജിത്ത് ഈ മത്സരം വിട്ടുകൊടുത്തതാണ്. കഴിഞ്ഞതിന് എനിക്ക് സമ്മാനം കിട്ടിയതില്ല, അതാണ് നല്ല മനസ്സ്. അപ്പൊ അടുത്ത മത്സരം ഇനി വേറൊരാൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പിന്മാറിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കോമ്പറ്റീഷൻസ് ഒക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. കോമ്പറ്റീഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ ശരിക്കുള്ള ഫംഗ്ഷൻ വരുന്നത് വെച്ചാൽ ഈവനിങ് 5:30 കേട്ടോ. അപ്പൊ നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് പോകാം, പോയിട്ട് ഇനി 5:30 വരാം. ഇപ്പോൾ ഈവനിങ് ഒരു 5:30 ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ വീട്ടിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ചത് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് 2 പണി കിട്ടി ഗേസ്. ഒന്ന്, ഞാനൊന്ന് വീണു, അത്യാവശ്യം നല്ലൊരു വീഴ്ചയായിരുന്നു ഗേസ്. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ മെഡിക്കൽ കോളേജ് വരെ പോയിട്ടാണ് ഞാൻ ഈ വന്നിരിക്കുന്നത്. രണ്ടാമത്തേത്, നമ്മുടെ ഫംഗ്ഷനിൽ പ്രയർ സോങ് പാടാൻ നേരിടുന്ന കുട്ടിക്ക് എന്തോ ഒരു അസൗകര്യം. അപ്പൊ എന്നോട് പ്രയർ സോങ് പാടാവോന്ന് ഇങ്ങനെ അസോസിയേഷനിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വിളിച്ച് ചോദിച്ചത്. അതായത് ഞാൻ വീഴുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ്. ഞാനാണെങ്കിൽ പ്രയർ സോങ് ഒക്കെ കേട്ട കാലം തന്നെ മറന്നുപോയി. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ റെഗുലറായിട്ട് ഇങ്ങനെ പ്രയർ സോങ് കേൾക്കുകയും ഓർത്ത് വയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഞാനും അത് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. എന്നാലും ഒരുപാട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ച് ഓക്കെ പറയുകയും ചെയ്തു കേട്ടോ. അതിനുശേഷമാണ് കേട്ടോ ചടപടി എന്നുള്ള വീഴ്ചയും ഹോസ്പിറ്റൽ പോക്കും ഒക്കെ. ഹോസ്പിറ്റലിൽ ചെന്ന് എക്സ്റേ ഒക്കെ എടുത്ത് എല്ലാം ഒടിഞ്ഞിട്ടില്ല, മസിൽ ഇഞ്ചറി മാത്രമേ ഉള്ളെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് മനസ്സമാധാനം ഉണ്ടായത്. അതിനുശേഷമാണ് കേട്ടോ ഞാൻ ശരിക്കും പ്രയർ സോങ് തപ്പി തുടങ്ങുന്നത് തന്നെ. പിന്നെ എപ്പോഴോ എവിടെയോ കേട്ട് മറന്നൊരു പ്രയർ സോങ് ഗൂഗിളിൽ തപ്പിയെടുത്ത് ഫോണിൽ വെച്ചിട്ടുണ്ട്. നോക്കി പാടാൻ തന്നെയാണ് കേട്ടോ പ്ലാൻ. കാരണം ഇനി കാണാതെ പഠിക്കാൻ സമയമില്ല. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു.
ടെൻഷൻ കാരണം അവിടെ അടിക്കുന്ന അടി എന്റെ നെഞ്ചത്താണ് ഗൈസ് കൊള്ളുന്നത്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മുടെ MLA എത്തിയിട്ടുണ്ട്. ഇനി ആയിരിക്കും പൊതുയോഗം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും പ്രെയർ സോങ്ങിനുള്ള ടൈമായി. എനിക്ക് നന്നായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. കാണാതെ പഠിക്കാത്തത് കൊണ്ടാണ് ഗൈസ് എനിക്ക് ഇത്രയും ടെൻഷൻ. അല്ലെ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലായിരുന്നു. സ്റ്റേജിലോട്ട് വരേണ്ടതാണ് വൈസ് പ്രസിഡന്റ്. അമ്മ നൽകുമ്മ പോലും അമൃതമാകണേ, പൂർണ്ണനീചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹായ് ഗൈസ്, ചള്ളാക്കി കോളാക്കി കൊടുത്തിട്ട് ഞാൻ ഇവിടെ വന്ന് ഇരിപ്പുണ്ട് ഗൈസ്. ആകെ കോളാക്കി കൊടുത്തു. അയ്യോ, ഞാൻ ബുദ്ധൂസാണോന്നാ ഞാൻ ആലോചിക്കുന്നത്. സ്റ്റേജിൽ കയറിയപ്പോഴേ എന്റെ കിളി പകുതി പോയി. സോങ്ങിന്റെ ഈണമൊക്കെ ഏതോ വഴിക്ക് അങ്ങനെ അങ്ങ് പോവായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്നാ ഒരു ഒരു വിവരം വേണ്ടേ? ഞാനൊരു പേപ്പറിൽ എഴുതി വെച്ചോണ്ട് പോയാൽ മതിയായിരുന്നു. ഈ ഫോൺ കൊണ്ട് പോയിട്ട് എന്നാ സ്ക്രീൻ ഓഫായി പോവെന്ന് ആലോചിക്കണ്ടേ? ടച്ച് ചെയ്തോണ്ടിരുന്നില്ലെങ്കിൽ ഞാൻ പോയിട്ട് നല്ല അന്തസ്സായിട്ട് കൈയും കോപ്പിന്ന് അങ്ങോട്ട് പാടുക. എന്നാ ഫോണിലൊരു ഒരു വിരൽ തൊട്ടോണ്ടെങ്കിലും നിൽക്കുക. അത് ആലോചിച്ചില്ല. ഒരു കുറച്ച് പാടിക്കഴിഞ്ഞ് ഫസ്റ്റ് 4 ലൈൻസ് പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ ഓഫ് ആയി ഗൈസ്. ഓ, ചീഞ്ഞ് നാറി. പിന്നെ കുറച്ച് സെക്കൻഡ്സ് പെട്ടെന്ന് ബോധം വന്ന് പെട്ടെന്ന് സ്ക്രീനിലൊക്കെ മാറ്റി ലൈൻസ് എടുത്ത് പാടി. പക്ഷെ ആ ഒരു സെക്കൻഡ്സ് ഞാൻ ജസ്റ്റ് ബ്ലിങ്കസി ആയിപ്പോയി ഗൈസ്, ബ്ലിങ്കസി ആയിപ്പോയി. ഹായ് ഗൈസ്, അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ ഒക്കെ ഏകദേശം വൈൻഡപ്പ് ആവാറായി കേട്ടോ. മീറ്റിംഗ് കഴിഞ്ഞ ശേഷം പിന്നെയും കുറെ ഡാൻസും പാട്ടും അങ്ങനെ കുറെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഫുൾ ആബ്സെന്റ് ആയിരുന്നു കേട്ടോ. ഞാൻ അപ്പോഴും ആ സ്റ്റക്കായ ലൈൻസിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇറങ്ങി വന്ന് എന്നോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു, കൊളായില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്ക് ആ ജസ്റ്റ് സെക്കൻഡ്സ് ഒന്ന് സ്റ്റക്കായി പോയതല്ലേ, കുഴപ്പമില്ല, വേറെ പ്രശ്നമൊന്നും ഇല്ലാന്ന് പറയുന്നത്. സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണെന്ന് അറിയാം. എന്നാലും ആ പാട്ട് പഠിക്കാത്തതിന്റെ ആ ഒരു കോൺഫിഡൻസ് കുറവ് എനിക്ക് ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് ഞാൻ കരുതുന്നുള്ളൂ. അപ്പൊ ഇനിയിപ്പോ എന്തായാലും പോയത് പോട്ടെ, വരാനിരിക്കുന്നത് എന്താ വെച്ചാൽ നോക്കാം. അപ്പോൾ അതുപോലെ ഇന്നത്തെ ഈ വ്ലോഗ് വെച്ച് വൈൻഡപ്പ് ആവുകയാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങളും അതുപോലെ പുതിയ ഇതുപോലത്തെ പൊട്ടത്തരങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ.